നമസ്കാരം. ജ്യോതിഷം എന്ന മഹത്തായ ശാസ്ത്രത്തിലെ പ്രശ്നം എന്നൊരു സംഗതിയെ പറ്റിയാണ് ഞാൻ 2-3 എപ്പിസോഡുകളായി സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്നും അത് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ചില വർത്തമാനകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില വർത്തമാനങ്ങൾ നിങ്ങളോട് പറയണം എന്നുള്ളത് കൊണ്ട് ആ എപ്പിസോഡ് ആ വർത്തമാനം പറച്ചതിന് ശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രേക്ഷക ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉള്ള ഉത്തരം അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ മാറ്റിവെച്ചിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് മലയാളത്തിലെ പ്രശസ്തയായ ഒരു സിനിമാ താരം, ഒരു സിനിമാ നടി, വയസ്സായി 80 വയസ്സൊക്കെ കഴിഞ്ഞ് അർബുദ രോഗബാധിതയായി മരിച്ചു പോവുകയും ചെയ്തു. 6 പതിറ്റാണ്ടോളം കാലം അത്രയും നീണ്ട കാലയളവിൽ ചെറുപ്പകാലം മുതൽ അവർ അഭിനയിച്ച് നിർത്തുന്നത് വരെയും 3-4 തലമുറകൾക്ക് അമ്മ വേഷം ചെയ്തുകൊണ്ട് മാത്രം ഒരേ ടൈപ്പുള്ള വലിയ എടുത്തു പറയത്തക്ക കഥാപാത്രങ്ങളൊന്നും, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ശാക്തീകരണം ഉള്ള കഥാപാത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്ഥിരം പാറ്റേണിലുള്ള നമ്മുടെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ ഭർത്താവിനെ അനുസരിക്കുന്ന, മക്കളെ എത്ര വളർന്നാലും കൊച്ചു കുഞ്ഞിനെ പോലെ സ്നേഹിക്കുന്ന, എന്നും ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ ഒരു താഴ്ന്നേ തട്ടിൽ നിൽക്കുന്ന, എല്ലാ സഹനങ്ങളും ഏറ്റുവാങ്ങുന്ന ഒരു കഥാപാത്രത്തെയാണ് കഥാകൃത്തുക്കളും സംവിധായകരുമെല്ലാം അവർക്ക് സൃഷ്ടിച്ചു നൽകിയത്. അതവർ ചെയ്തു തീർത്തു. അതുപോലെ തന്നെയായിരുന്നു. ഞാനത് അവരുടെ സിനിമ അഭിനയമോ അതൊന്നും പറയാനല്ല ആഗ്രഹിക്കുക. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരൊരു തകർച്ചയായിരുന്നു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ. ഇത്രയും പ്രശസ്തയായിരുന്നിട്ടും എന്തുകൊണ്ടാണത് സംഭവിച്ചത്? ജീവിതത്തിലെ മനോഭാവം, ജീവിത രീതികൾ അവരെ അവസാന കാലം സ്വസ്ഥമായി മരിക്കാൻ പോലും പറ്റാതെ താലൂലിച്ച് വളർത്തിയ പൊന്നുമകളുടെ നിഷേധവും നിന്ദനങ്ങളും തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. ഇത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമായിട്ടല്ല ഞാൻ എടുക്കുന്നത്. കേരളീയ സമൂഹത്തിൽ ഇന്ന് സ്ത്രീത്വം അനുഭവിക്കുന്ന ആ ഒരു ഘട്ടത്തിലൂടെ അവർ മാറേണ്ടതുണ്ടോ എന്നതിനെ പറ്റിയുള്ളൊരു ചിന്ത പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുക. ചെറുപ്പകാലത്തെ അഭിനയ രംഗത്തിലേക്ക് വന്നു, വിവാഹിതയായി. എന്തുകൊണ്ടോ ആ ബന്ധം നീണ്ടുപോയില്ല. ഒരു പെൺകുഞ്ഞുണ്ടായ ശേഷം ആ ബന്ധം ഭർത്താവുമായിട്ട് വേർപെട്ട് താമസിക്കേണ്ടിയും വന്നു. അവർക്ക് കുഞ്ഞിനെ വളർത്താനും തൻ്റെ കൂടെയുള്ളവരെ പോറ്റാനും വേണ്ടി അന്നത്തെ കാലത്തെ സിനിമ അഭിനയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരുപാട് അവഹേളനങ്ങളും നിന്ദകളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു പ്രത്യേകിച്ച് സ്ത്രീയാണെങ്കിൽ, നാടകത്തിലായാലും സിനിമയിലായാലും, ഈ അപമാന ഭാരങ്ങളെല്ലാം സഹിച്ചായിരുന്നാലും അഭിനയ രംഗത്തേക്ക് ചെന്നാൽ തുച്ഛമായ പ്രതിഫലേ സ്ത്രീകൾക്കുള്ളൂ അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്തെ കാര്യമല്ല പറയുക. അപ്പോൾ നിരന്തരമായി കഠിനമായ പരിശ്രമങ്ങൾ, കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി, അവളുടെ വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ടി, അവൾക്ക് സമ്പത്തൊരുക്കി കൊടുക്കാൻ വേണ്ടി, അവളുടെ ഭാവിപരമായൊരു ജീവിതം ശോഭനമാക്കാൻ 8 മാസം മാത്രമേ അവർക്ക് മുല പോലും കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാ പറയുക. കാരണം കുഞ്ഞിനടുത്ത് നിൽക്കാൻ സമയമില്ല, നെട്ടോട്ടമായിരുന്നു തൊഴിലേക്ക് വേണ്ടി. അവരങ്ങനെ ചെയ്തു. പിൽക്കാലത്ത് മകള് വളർന്ന് വലുതായി, വിദേശത്തേക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടി, വിദേശീയനായ നല്ലൊരു പ്രൊഫസറെ തന്നെ കല്യാണം കഴിച്ചു. അതിനുശേഷം ഈ പെറ്റമ്മയുമായി മകൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമില്ല എന്ന് മാത്രമല്ല, പെറ്റമ്മയെ നിഷേധിച്ച് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? എൻ്റെ ചെറുപ്പകാലത്ത് എന്നോടൊപ്പം എന്നെ ഒക്കത്തെടുത്ത് സ്നേഹിക്കാതെ, എൻ്റെ കവിളിൽ ഉമ്മം തരാതെ, എനിക്ക് ആവശ്യമുള്ള സമയം, അത്രയും പ്രായം മുലപ്പാൽ പോലും തരാതെ എന്നിൽ നിന്ന് ഓടിയകന്നിരുന്ന ഒരാളാണ് എൻ്റെ അമ്മ. നോക്കൂ എന്തുമാത്രം ആ അമ്മ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഈ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് അവർ നെട്ടോട്ടം ഓടിയത്. അപ്പോൾ എൻ്റെ പ്രിയ മാതാപിതാക്കളോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മറന്നുകൊണ്ട്
നിങ്ങളുടെ ജീവിതം ബലിതർപ്പണം ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണോ? അല്ല. കുഞ്ഞുങ്ങൾ ഒരു പോർഷനാണ്. അവരെ നല്ലൊരു ഭാവി ജീവിതം ചെറുപ്പത്തിൽ അവരോടൊപ്പം ഉണ്ടായിരിക്കണം. ചെറുപ്പത്തിൽ 15 വയസ്സ് കഴിഞ്ഞാലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസം, സത്യവും ധർമ്മവും നീതിയും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഈ ലോകത്തിൻ്റെ ആകാശത്തിലേക്ക് പറത്തിക്കഴിഞ്ഞാൽ അവരുടെ പുറകെ പോകരുത്. അവരിങ്ങോട്ട് വരണം, നമ്മളെ അവസാന കാലം ശുശ്രൂഷിക്കണം എന്ന അതിമോഹം ഉപേക്ഷിക്കുക. നമ്മുടെ 1980 കാലഘട്ടത്തിലൊക്കെ നമ്മളെ ഉപബോധ മനസ്സിലേക്ക് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇന്നതായിരിക്കണമെന്നൊരു സങ്കല്പം നമ്മുടെ കവികളും നോവലിസ്റ്റും കഥാകാരന്മാരും ഈ കലാകാരന്മാരും പ്രത്യേകിച്ച് സിനിമയിലുള്ള തിരക്കഥാകൃത്തുക്കൾ വരെ എഴുതി വച്ച് തന്നിട്ടുണ്ട്. ഒരു പുരുഷ കേന്ദ്രീകൃതമായൊരു സമൂഹത്തിൽ പുരുഷനോടൊപ്പം നിൽക്കേണ്ടവളല്ല, പുരുഷന്റെ ഉപഭോഗ സംസ്കാരം, പുരുഷനെ അനുസരിച്ചു അതിന് താഴെ നിൽക്കേണ്ട ഒരു സംഗതിയാണ് എന്ന ഒരു സംഗതി എല്ലാ രംഗത്തു നിന്നും, കലാരംഗത്തു നിന്നും കേരളീയ മനസ്സിൻ്റെ ഉപബോധ മനസ്സിലേക്ക് കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും പുരുഷന്റെ മുഷ്കിനും കീഴെയാണ് നിൽക്കേണ്ടതെന്നുള്ള ഒരു ബോധം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജീവിക്കുന്ന എല്ലാ നിമിഷവും ആസ്വദിച്ച് അവനവൻ്റെ ജീവിതം ആസ്വദിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാതെ ജീവിക്കുക. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നിങ്ങൾ അണച്ചു നിർത്തപ്പെടേണ്ട സംഗതിയല്ല. ഒരു പ്രത്യേക 10-20 വർഷക്കാലത്ത് ആദ്യത്തെ ഒരാളുടെ ആയുസ്സിലെ 10-20 വർഷക്കാലം നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്തു ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് പറത്തിവിടേണ്ടതാണ്. പിന്നെ അങ്ങോട്ട് പോകരുത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അനന്തതയിലേക്ക് പോകുന്ന ബഹിരാകാശത്ത് പോകുന്ന സ്പേസ് ഷട്ടിലിൻ്റെ പുറകെ അതിനാ ബഹിരാകാശത്തെത്തിക്കുന്ന റോക്കറ്റ് അവിടെ വെച്ച് വേർപെടും. എന്നിട്ടത് കടലിലങ്ങ് പോവും. മറിച്ച് ആ സ്പേസിനോടൊപ്പം ആ റോക്കറ്റ് എന്ന മാതാപിതാക്കൾ അള്ളിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ കത്തിച്ചാമ്പലായിപ്പോവും. ഒരു വ്യക്തിക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടി ആഡംബരപൂർണവും സുഖലോലുപവുമായ ജീവിതം നയിക്കുന്നതല്ല. മര്യാദക്ക് ദരിദ്രനായിരുന്നാൽ പോലും മറ്റുള്ളവരുടെ പുറത്ത് കുതിര കയറാതെ, ഉപദ്രവമില്ലാതെ, ഉപകാരമില്ലെങ്കിലും ഉപദ്രവമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന, ഒന്നിനും കൊള്ളില്ല എന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ആൾക്കാരിൽ നിന്നല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസവും റാങ്കുകളും ഡിഗ്രികളും വാരിക്കൂട്ടിയ കേമന്മാരിൽ നിന്നാണ് ക്രിമിനൽ മൈൻഡ് രൂപപ്പെടുക. ഈ സമൂഹത്തിലെ ക്രിമിനലുകളിൽ 99.25% പേരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ആൾക്കാരും ഉണ്ട്. ക്രിമിനലുകളിൽ കൂടുതൽ പേർ ആ രംഗത്ത് നിന്ന് ഉള്ളവരാ. കാരണം എന്താ? സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിച്ച് മാറ്റി നിർത്തപ്പെടുന്നവർക്ക് അവരുടേതായ ചെറിയ ഇടങ്ങളെ ജീവിതത്തിലുള്ളൂ. മറ്റ് മേഖലകളിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കില്ല. അവിടെയെല്ലാം കേമന്മാർക്കാണല്ലോ സ്ഥാനം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്തിൽ നിന്ന് പഠിക്കുന്ന കുറേ മരവിച്ച കണക്കുകളല്ല. പള്ളിക്കൂടത്തിലൊന്നും പഠിക്കണം. വീട്ടിൽ നിന്നാണ് ആദ്യ പാഠം നമുക്ക് കിട്ടുക. ഭക്ഷണം കഴിക്കാൻ, നടക്കാൻ, അത് വിദ്യാഭ്യാസമാണ്. ഓടാൻ, കുളിക്കാൻ. അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ വിദ്യാഭ്യസിക്കേണ്ടതുണ്ട്. പുസ്തകങ്ങളിൽ നിന്ന് വിദ്യാഭ്യസിക്കേണ്ടതുണ്ട്. പള്ളിക്കൂടത്തിൽ നിന്നല്ലാതെ നമുക്ക് ആദരണീയരായ വിവിധ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ അറിവുള്ള ഗുരുനാഥന്മാരുണ്ട്. അവരിൽ നിന്ന് വിദ്യാഭ്യസിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു കേരളീയ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് അമ്പേതെറ്റ് 15ാം ക്ലാസ് വരെ 15 വയസ്സ് വരെ 10ാം ക്ലാസ് വരെ നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ പഠിക്കണമല്ലോ. പഠിച്ചാലല്ലേ ജീവിക്കാൻ പറ്റൂ. ഒരു വിദ്യാർത്ഥിയുടെ കേമത്വം 12 വിഷയങ്ങളുണ്ടെങ്കിൽ 12ൽ 100ൽ 100 മാർക്കും വാങ്ങി വരുന്നതാണോ കേമത്വം? ഒരിക്കലും ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. പള്ളിക്കൂടത്തിൽ അതൊക്കെ 2 മണിക്കൂർ നമ്മുടെ ഒരു IQ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഈ 100ൽ 100 മാർക്ക് വാങ്ങുന്നവനേക്കാൾ കേമനായിരിക്കും 100ൽ 10 മാർക്ക് വാങ്ങുന്നവൻ. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുട്ടിക്ക് ആ 2 മണിക്കൂർ
പരീക്ഷ എഴുതാനോ തികയില്ല. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്തിരിക്കുന്നതല്ല. കാർഷിക തോട്ടങ്ങൾ ഉണ്ടാകണം, കാർഷിക വിളകൾ ഉണ്ടാവണം, കുട്ടികൾ കൃഷി ചെയ്യാൻ പഠിക്കണം, ഇന്ന വിത്തിന് ഇന്ന വളമിടണം അവൻ പഠിക്കണം, കാലിത്തൊഴുത്തുണ്ടായിരിക്കണം, അവൻ പശുവിന് തീറ്റ കൊടുക്കാനും ചാണകം വാരാനും പാല് കറക്കാനും അറിഞ്ഞിരിക്കണം. കലാകാരനാണെങ്കിൽ ചിത്രകല പഠിപ്പിക്കാൻ ആളുണ്ടായിരിക്കണം, ഡാൻസ് പഠിപ്പിക്കാൻ ആളുണ്ടായിരിക്കണം, അഭിനയത്തിൽ വാസനയുള്ളവനെ ആ രംഗത്ത് വിടണം. വ്യത്യസ്തങ്ങളായ കഴിവുകളുമായിട്ടാണ് കുട്ടികൾ ജനിക്കുക. ഒരാളിനുള്ള കഴിവ് വേറൊരാളിന് ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള സാഹചര്യം സ്കൂൾ ഇടങ്ങളിൽ, നിർഭാഗ്യവശാൽ നമ്മുടെ വീടുകളിലില്ല, സ്കൂൾ ഇടങ്ങളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു സംരംഭകത്വം അതെങ്ങനെ ചെയ്യാം? പഠിച്ച് ഡിഗ്രികൾ വാരിക്കൂട്ടി ഏതെങ്കിലും ഒരു സർക്കാർ പണി ഞാൻ കൂലിപ്പണി എന്നാ പറയുക, അതല്ല. ആ ഒരു പരിമിതമായ സ്വപ്നങ്ങൾക്കുമപ്പുറം നമുക്കുള്ള ചോദനകളും വാസനകളും വാനോളം ഉയരാൻ വേണ്ടുന്ന അവനനുസരിച്ച വിദ്യാഭ്യാസം കൊടുക്കണം. 10ാം ക്ലാസ് കഴിയുമ്പോൾ അവനേത് വിദ്യയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അവനും അവൻ്റെ രക്ഷിതാക്കൾക്കും അവൻ്റെ അധ്യാപകനും ബോധ്യം ഉണ്ടാവണം. അങ്ങനെ പഠിക്കുന്ന കാലം പീഡനത്തോടു കൂടി അല്ല പഠിക്കേണ്ടത്, ആഹ്ലാദിച്ചും ആനന്ദിച്ചുമാണ് ആ പ്രായത്തിൽ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കണമെങ്കിൽ അവൻ ഇഷ്ട വിഷയം തന്നെ കിട്ടേണ്ടിയിരിക്കുന്നു. അവൻ ഒരിക്കലും പാഴായി പോവില്ല. നോക്കൂ, ജ്യോതിഷത്തിൽ പ്രശ്നം എന്ന സംഗതിയിൽ രോഗപ്രശ്നം നോക്കുമ്പോൾ അത് ശുഭകരമാണോ ഇല്ലയോ എന്നുള്ള നിഗമനങ്ങളിൽ നമുക്കെങ്ങനെ എത്താം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ലഗ്നം ഏത് രാശി കിട്ടുന്നോ അതൊന്നും, അത് വൈദ്യനെന്നും, 4 ഔഷധവും 7 രോഗവും 10 രോഗിയും, അതായത് കേന്ദ്രഭാവങ്ങളായ 1, 4, 7, 10 ഇവ കൊണ്ടാണ് ചിന്തിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 4ഉം 7ഉം ഔഷധവും രോഗവും ബന്ധുക്കളായി വന്നാൽ, അതിൻ്റെ അധിപന്മാർ ബന്ധുക്കളായി വന്നാൽ രോഗം ഭേദമാകാം എന്നൊരു നിഗമനത്തിൽ നാം എത്തും. പക്ഷെ അതിന് മറ്റ് ചില കണ്ടീഷനുകൾ കൂടെ ഉണ്ട്. അതിൽ ഒരു കണ്ടീഷൻ ഇത് എന്ന് മാത്രം. അതിന് ഗ്രഹങ്ങൾ തമ്മിൽ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞ്, സമന്മാർ എന്ന് പറഞ്ഞ് ഒരു പാറ്റേൺ, ഒരു വേർതിരിവ് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നോക്കൂ, രവിയുടെ ബന്ധുക്കൾ ആരാണെന്ന് നോക്കാം. ഗ്രഹങ്ങൾ രവിയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനും കുജനും ഗുരുവും, ബുധൻ സമനും, ശനിയും ശുക്രനും ശത്രുക്കളും. ചന്ദ്രൻ്റേതാണെങ്കിലോ രവിയും ബുധനും ബന്ധുക്കൾ, കുജൻ ഗുരു ശുക്രൻ മന്ദൻ, ഇവർ സമന്മാരും, ചന്ദ്രന് ശത്രുക്കൾ ഇല്ല. ഈ എപ്പിസോഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഴഞ്ഞു പോയേക്കാം, രസകരമായി തോന്നിയില്ലായിരിക്കാം. പക്ഷെ എല്ലാ എപ്പിസോഡുകളും ജ്യോതിഷത്തിലെ രസകരമായിരിക്കണമെന്നില്ല. രസകരം അല്ലാതെ ഒരല്പം മുഷിപ്പ് വരുന്ന എപ്പിസോഡായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിവുകൾ പ്രദാനം ചെയ്യുക. ഒരല്പം മുഷിഞ്ഞ് പഠിച്ചാലേ പറ്റൂ. എല്ലാ പഠനവും രസകരമായിരിക്കില്ല എന്നർത്ഥം. ചൊവ്വയുടെ ബന്ധുക്കളാണ് രവി, ചന്ദ്രൻ, ഗുരു. സമന്മാർ ശനിയും ശുക്രനും, ശത്രു ബുധൻ. ബുധന്റെ ശുക്രനും രവിയുമാണ് ബന്ധുക്കൾ. സമന്മാർ കുജനും ഗുരുവും ശനിയും, ചന്ദ്രൻ ശത്രു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചന്ദ്രന്റെ ബന്ധുഗ്രഹമായിട്ട് വരും ബുധൻ, പക്ഷേ ബുധന്റെ ശത്രുവാണ് ചന്ദ്രൻ. അങ്ങനെ ഉണ്ടാവും. ഒരു ഗ്രഹം ബന്ധുവായെന്ന് പറഞ്ഞ് മറ്റൊരു ഗ്രഹം ഇങ്ങോട്ട് ബന്ധുവാകണമെന്നില്ല. ഒരു ഗ്രഹം ശത്രുവായെന്ന് പറഞ്ഞ് മറ്റേ ഗ്രഹവും ശത്രുവാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അങ്ങനെയും വരും. അപ്പൊ ഗുരു, ചൊവ്വയും രവിയും ചന്ദ്രനും ഗുരുവിന്റെ ബന്ധുക്കൾ, ശനി സമൻ, ശുക്രനും ബുധനും ഗുരുവിന്റെ ശത്രുക്കൾ. ശുക്രൻ, ബുധനും ശനിയുമാണ് ശുക്രന്റെ ബന്ധു, കുജനും ഗുരുവും സമന്മാർ, രവിയും ചന്ദ്രനും ശുക്രന്റെ ശത്രുക്കൾ. ശനിയുടെ ബന്ധുക്കൾ ബുധനും ശുക്രനും, സമൻ ഗുരു, രവി ചന്ദ്രൻ ഗുരു, ശത്രുക്കൾ. ഇവിടെ ശുക്രന്റെ ബന്ധുഗ്രഹം
ശനിയായിട്ട് വന്നിരിക്കുന്നു. ശനിയുടെ ബന്ധുഗ്രഹം ശുക്രനും, അതായത് ശുക്രനും ശനിയും പരസ്പരം ബന്ധുക്കൾ. ഇങ്ങനെ ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പര കണക്ഷനുകളുണ്ട് ശത്രു മിത്രു ബന്ധത്തിൽ. ഇവിടെ ഈ പാറ്റേൺ പരിശോധിക്കാമെങ്കിൽ ചന്ദ്രന് ശത്രുക്കളില്ല, ഗുരു ആരുടെയും ശത്രുവുമല്ല. ഗജകേസരി യോഗം പ്രദാനം ചെയ്യുന്ന 2 ഗ്രഹങ്ങളാണ്. ചന്ദ്രന് ശത്രുക്കളില്ല എന്ന് മാത്രമല്ല, ഗുരു ആരുടെയും ശത്രുവല്ല. പിന്നെ 2 ബ്രാഹ്മണ ഗ്രഹങ്ങളാണ് ഗുരുവും ശുക്രനും. 2 ബ്രാഹ്മണ ഗ്രഹങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും 2 മന്ത്രിസ്ഥാനോ രാജകൊട്ടാരത്തിൽ വഹിക്കുക. ഗുരുവിൻ്റെ ശത്രുവാണ് ശുക്രൻ. ശുക്രനാണെങ്കിലോ സമനുമാണ്. അവർ തമ്മിലുള്ള ഇത് പറയുക, ശുക്രനും ഗുരുവുമൊക്കെ യോഗം ചെയ്താൽ നല്ല ഫലമാണ് ശത്രുക്കളാണെങ്കിൽ. അപ്പം ജാതകവുമായിട്ട് ഇത് വലിയ കൂട്ടിക്കുഴച്ചാൽ നമ്മൾ തെറ്റിപ്പോകും. അതുപോലെ തന്നെ രവിയുടെ ശത്രുവാണ് ശുക്രൻ, ശുക്രൻ്റെ ശത്രുവാണ് രവി. രവിയും ശുക്രനും പരസ്പരം ശത്രുക്കളാണ് എന്നർത്ഥം. പക്ഷേ ജാതകത്തിൽ 10ാം ഭാവത്തിലൊക്കെ രവിയും ശുക്രനും യോഗം ചെയ്തു നിന്നാൽ ആയുധകലകളിൽ നിന്നും രംഗകലകളിൽ നിന്നും പണം സമ്പാദിക്കുമെന്നാ പറയുക. നല്ല ഫലമാണ് പറയുക 10ലെല്ലെങ്കിലും. പ്രത്യേകിച്ച് രവി ഏത് രാശിയിൽ നിന്നാലും ഏത് ഗ്രഹത്തിൻ്റെ കൂടെ യോഗം ചെയ്താലും ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങളെ സൂചനകൾക്ക് ഒരു ഉത്തേജനം, ഒരു ഉന്മേഷം, ഒരു ഉണർവ് കൊടുക്കും എന്നുള്ളതാണ്. ശുക്രൻ്റെ കാരകത്വങ്ങൾ എന്താണ്? ഭൗതിക ജീവിത സുഖ സൗകര്യങ്ങളുടെ സൂചന തരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ ആ സൂചനകൾക്ക് ഉത്തേജനം കൊടുക്കുമെന്നാണ് പറയുക. ശനിയുടെ കൂടെ നിന്നാലോ, ശനി അത്ര നല്ല ഗ്രഹമായിട്ട് പറയുന്നില്ല, പക്ഷെ മറ്റൊരർത്ഥത്തിൽ നല്ല ഗ്രഹമാണ്. അലസതയുടെയും വൈകൃതങ്ങളുടെയും ഒക്കെ ആളാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ശത്രുമിത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ശത്രു രാശിയിൽ മറ്റേ ഗ്രഹം നിൽക്കുന്നു, ആകെ കുഴഞ്ഞു പോയി. അതല്ല, ഇത് ഞാനിട്ടത് ഈ പ്രശ്നം എന്ന സംഗതിയിൽ രോഗാവസ്ഥയുമായി വരുന്ന ആളുടെ പ്രശ്നം നോക്കാൻ വേണ്ടി ആണ് തൽക്കാലം ഇട്ടത്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചേക്കുക, എന്നിട്ട് എഴുതുക. ഞാൻ ഒന്ന് മാറി നിന്ന് തരാം. സ്ക്രീൻഷോട്ട് എടുത്തു വന്ന് വിശ്വസിക്കുന്നു. അത് എഴുതിയിരിക്കുന്നത് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ജ്യോതിഷഭൂഷണം എന്ന് പറഞ്ഞൊരു പഞ്ചാംഗമുണ്ട്. ഈ വർഷത്തെ വേണമെന്നില്ല, പഴയതായിരുന്നാലും മതി. അത് വാങ്ങി അതിൻ്റെ ലാസ്റ്റ് പേജുകളിൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട നല്ലതും പൊല്ലാത്തതുമായ കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുകൊണ്ട് ഗൗളീ ശാസ്ത്രം പോലെ കുറേ അസംബന്ധങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ പട്ടിക കൊടുത്തിട്ടുണ്ട്. പഞ്ചമഹാപുരുഷയോ ഇങ്ങനെ മനസ്സിലാക്കേണ്ട ഒട്ടനവധി സംഗതികൾ അതിലുണ്ട്. അത് വാങ്ങി കുറിപ്പായി എടുത്താലും മതി. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, ഇതുവരെയും ലൈക്ക് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോഴെങ്കിലും ഒരു ലൈക്ക് ചെയ്യുക. ഇതിൽ താല്പര്യമുള്ളവർക്ക് യൂട്യൂബ് വഴി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ന് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴാ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഹോം പേജിലെത്തുകയും കാണുകയും ചെയ്യാം. അപ്പോൾ ഈ ബന്ധുക്കളെയും ശത്രുക്കളെയും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അടുത്ത എപ്പിസോഡിൽ ഏത് രാശി ലഗ്നമായി കിട്ടിയാലും 4ഉം 7ഉം ഭാവപതിമാർ ബന്ധുക്കളാണോ ശത്രുക്കളാണോ എന്ന് മനസ്സിലാക്കി നമ്മളൊരു ദിവ്യമായ അറിവിലേക്ക് കടക്കുകയാണ്. അതായത് ഏത് രാശി ലഗ്നമായി വന്നാൽ നമ്മൾ 7ഉം 4ഉം പോലും നോക്കാതെ
ആ ലഗ്നത്തെ കണ്ടുകൊണ്ട് ആ രോഗി സുഖപ്പെടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന മാന്ത്രികമായ അറിവിലേക്ക് വേണ്ടി ഒരാഴ്ച കാത്തിരിക്കുക. നന്ദി.